വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ പറഞ്ഞോളൂ എനിക്ക് പറയണ്ട, ഈ പറയണ്ട, കൂലിക്ക് പറയാൻ ആളെ വെച്ചതാണ് ഈ പറയണ്ടേ, ഞാൻ പറഞ്ഞോളൂ. അല്ല ഗൈസ്, നിങ്ങൾ എത്രയായി നമ്മള് കണ്ടിട്ടില്ല, ഞങ്ങൾ എത്ര കണ്ടിട്ട് ഒരുപാട് നാളായി. ഒരു മാസമായി നമ്മള് വീഡിയോ ഇട്ടിട്ട്, ഒരു മാസം ആവാനായത്. കഴിഞ്ഞ 24-ാം തീയതി ലാസ്റ്റ് വീഡിയോ ഇട്ട്. ഈ മാസം ഇപ്പൊ 24-ാം പറഞ്ഞു കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് കുറച്ചും കൂടി ഒച്ചയിൽ ഇനി വർത്താനം പറയും. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ പറയില്ല, ആൾക്കാർ അല്ല, ഞാൻ ഇവിടെ ഫുൾ ബിസി ആണല്ലോ, അതിനെ കൊണ്ടാണല്ലോ ഞങ്ങള് വീഡിയോ ഇടാത്തത്. ബിസിയാണ്. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർസു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതായത് നെയ്റ്റ് കച്ചവടം. നെയ്റ്റ് കച്ചവടം ഒന്നല്ല, ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് മറ്റേ ഡ്രസ്സിന്റെ. അപ്പൊ അതിന്റെ തിരക്കിലായതിനെ കൊണ്ടാണ് കച്ചവടം, ഫോട്ടോഷൂട്ടൊക്കെ ബിസിയാണ്. അതുകൊണ്ടാണ് ഫർസു വീഡിയോസ് പെരുന്നാൾ വരെ ആയിരുന്നു ബിസി. ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബിസി കുറച്ച് കുറയും, ഷൂട്ട് കുറച്ച് കുറയും. അതിനൊക്കെ ഉണ്ട്. അന്നപ്പോ ഞങ്ങൾ ഇന്ന് ഇനി തുടക്കം അല്ലെ, വീഡിയോസിന്റെ തുടക്കമാണ് ഇനി വരാൻ പോണത്. ഇനി അങ്ങോട്ടേക്ക് നല്ല വെറൈറ്റി വീഡിയോസ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അന്നപ്പോ നമ്മളെ ഇപ്പൊ കുറച്ച് നമ്മള് ആയല്ലോ, ഒരു മാസമൊക്കെ ആയപ്പോ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, വീഡിയോസ് എടുക്കാത്തതിനൊക്കെ ഒരു ഇതുണ്ട്. അന്നപ്പോ നമ്മൾ ഇനി വീണ്ടും തുടങ്ങാണ് വീഡിയോസ് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ, കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, വീട്ടിലേക്ക് ഒരുപാട് കിട്ടുന്ന സാധനമായിരിക്കും നമ്മള് ബീഫ്. അപ്പൊ ബീഫ് ഇവിടെ ഉണ്ടായതിനെ കൊണ്ട് പെരുന്നാൾ ഞാനൊരു സാധനം വെച്ചിരുന്നു. അപ്പൊ അത് ആശിക്കാർക്ക് തിന്നണം എന്ന് ഭയങ്കര ആഗ്രഹം, വീണ്ടും തിന്നണം. അപ്പൊ ഞാൻ വിചാരിച്ചത് നമുക്കൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ബീഫ് മപ്പാസ് അതെങ്ങനെ വെക്കുക? ഞാൻ എന്നാളെ പെരുന്നാളിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വെച്ച അങ്ങനെ തന്നെ വെച്ചു. നിങ്ങൾക്ക് അതല്ലേ വേണമെന്ന് പറഞ്ഞ. അപ്പൊ മിണ്ടല്ല എന്റെ ബീരാൻകുട്ടിയെ, അത് ബീരാനി, ഇത് ബീരാൻകുട്ടി. ആ ഒരു ഷൂ വാങ്ങിക്കൊടു, ചെരുപ്പ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു, അതിന്റെ മുകളിലാണ് കളി. അതെങ്ങനെ കാല് തിരിച്ചും മറിച്ചൊക്കെ ചെരുപ്പ് തിരിച്ചും മറിച്ചൊക്കെ ഇടുന്നത്. ഇതാ ഇപ്പോൾ ഇവിടെ എത്തി. ഇവിടെ മൂത്രം ഒഴിച്ചാൽ അടിക്ക്, ഞാൻ നല്ല അടി തന്നെ അടിക്കും. അങ്ങോട്ട് പോയിക്കോ. അതായത് മഴക്കാലാണ്, അതാ വെറുതെ ഒച്ച ഉണ്ടാക്കുന്നത്. അതിന്റെ മക്കൾക്കുള്ള ആദ്യമുള്ള സ്വഭാവം. ചൊറി ഞാൻ ചൊറണോ കുട്ടിയെ ചൊറി. അപ്പൊ കുക്കിങ്ങിന് മുന്നായിട്ട് ഞാനൊരു വേറൊരു സാധനം പറഞ്ഞുതരാം. അപ്പൊ അതെന്താന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ. ചാമ്പു എനിക്കറിയാം അത് ചാമ്പു എന്നുള്ളത്. കൊറേ 2 വയസ്സായി ഐസുന്, 2 വയസ്സായി. മോക്ക് 7 മാസം 8 മാസം ആവാനായി. അല്ല 2 വയസ്സായി ഐസുവിന്, അങ്ങനെയാ പറഞ്ഞത്. അതപ്പോ നമ്മള് വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണട്ടെ. അപ്പൊ അതിന്റെ മുന്നായിട്ട് ഒരു സംഗതി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ബ്യൂട്ടി സീക്രട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഗൈസ്, ഇതാണ് വിൽവ മിൽക്ക് മഡ്മാസ്. അപ്പോൾ ഗൈസ്, ഇത് എന്തിനാണെന്നല്ലേ. അപ്പോൾ ഇത് എന്തിനാന്ന് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ മക്കളൊക്കെ ആയതിനു ശേഷം എന്താ പറയുക, എൻ്റെ ചർമ്മം അങ്ങനെ നോക്കലൊന്നുമില്ല അതിന്. കാരണം എന്തെങ്കിലും ഒരു ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഇട്ടിട്ട് മുഖത്ത് ഇടാന്നുള്ള ഒരു ഇതില്ല. കാരണം മാസ്ക് ആയിട്ടൊന്നും ഞാൻ മുഖത്ത് ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ ബ്ലീച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ എങ്കിൽ മാരേജിന് മുന്നേ, കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നായിട്ട് ഞാൻ ഡെയിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ. മാസത്തിലൊരിക്കലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ മാരേജ് കഴിഞ്ഞ് കുട്ടികളൊക്കെ അതിൻ്റെ ശേഷം അതൊക്കെ ഞാൻ നിർത്തി. കാരണം അതിനൊന്നും ടൈം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓൺലൈനിൽ ഈ ഒരു സാധനം കാണുന്നതും അങ്ങനെ ഇത് വാങ്ങി. കാരണം നമുക്ക് എപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവും. കാരണം ഇതൊരു ഫേസ് മാസ്കാണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ ഒരു മാസ്കാണ്. അപ്പോൾ നമുക്ക് ഈ സമയം നമ്മളെ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഇട്ടിട്ട് നമുക്ക് നമ്മളെ പണികളൊക്കെ അതിന് കൊടുത്ത് തന്നെ നടക്കും കേട്ടോ. നല്ല മുഖം നല്ല തിളങ്ങാനും നല്ല മിനുസാവാനും ഒരു ഗ്ലോ ആവാനൊക്കെ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാനിപ്പോൾ 2 തവണ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം എനിക്കുണ്ട്. നല്ല ഗ്ലോ അയക്കുന്നു, നല്ല മിനുസ് അയക്കുന്നു. പറയുക ബ്യൂട്ടി പാർലർ പോകേണ്ട ആവശ്യമൊന്നുമില്ല, പോകാനും ടൈമില്ല. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ടൈം അനുസരിച്ചിട്ട് ഞാനിത് പണിയെടുക്കുമ്പോൾ തന്നെ ഇത് മാസ്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ പണികളൊക്കെ എടുക്കല്. 30 മിനിറ്റ് നമ്മളെ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് അത് പിന്നെ വാഷ് ചെയ്താൽ മതി. കാരണം ആ സമയത്ത് ഇത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മളെ പണി കൊടുക്കാം, അതങ്ങനെ മുഖത്ത് ഇങ്ങനെ നിന്നോളല്ലോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് കളയാം.
അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് അടിപൊളി ഒരു എന്താ പറയുക ഫേഷ്യൽ മാസ്ക് തന്നെ കേട്ടോ ഇത്. പിന്നെ ഗൈസ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഓട്സ്, മിൽക്ക്, അതേപോലെ കുങ്കുമപ്പൂ കേട്ടോ. അപ്പോൾ ഇത് മൂന്നും നല്ലതാണ് നമ്മളെ ഫേസിന്. അപ്പോൾ ഇത് എന്താ പറയുക വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂപ്പണിൽ നിങ്ങൾക്ക് ഇത് വാങ്ങുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടിൽ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഫർസാന 20 എന്നുള്ള കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ഈ സാധനം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ ലിങ്കിൽ കയറിയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സാധനം, നല്ലൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ വിൽവൻ്റെ. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഫർസ് തന്നപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. കയ്യും കാലൊക്കെ ഒരലിലിട്ടെങ്ങാണ്ട് 100 കിട്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന സാധനം എത്രയായി പറയും. ഇങ്ങനത്തെ സാധനം വാങ്ങിക്കൊണ്ട് എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് തടി ഉണ്ട്. എന്താ സംഭവം എന്നറിയാം. ഇനി അത് ഇടിച്ചെങ്ങാണ്ട് പൊട്ടിയതൊക്കെ വാങ്ങിക്കോട്ടെ. വെറുതെ 100 കിട്ടിയത്. അതിന്റെ ഡിസൈൻ ആണോ ഇതിവിടെ പൊട്ടിയതോ? കല്ലിന്റെ ഡിസൈൻ ആണ്. കല്ലിന്റെ ഡിസൈൻ അല്ല. അപ്പൊ ഞമ്മക്ക് നമ്മുടെ കൊറേ ബീഫ് കിട്ടിയിരിക്കും. കാരണം കൊറേ ബീഫൊന്നും ഇല്ല ഗൈസ്. ഒരു 2 പൊതി ബീഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ പറഞ്ഞ കൊറേ ബീഫ് അല്ല, കുറച്ച് കൂട്ടി പറയുന്നതിന്റെ സ്വഭാവമാണല്ലോ. അതപ്പോ ആ ബീഫ് ഒന്ന് ഡീപ് ഫ്രൈ ആക്കി എടുക്കാന്ന് വിചാരിച്ച്. ആശികാക്ക് ഞാൻ പറഞ്ഞല്ലോ, ആശികാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. അതൊന്നും കൂടി കാണിക്കാന്ന് വിചാരിച്ച് അത് ഞാൻ പെരുന്നാൾക്ക് ഉണ്ടാക്കിയതായിരുന്നു. പെരുന്നാൾക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ബീഫ് അതൊരു 1.5 ബീഫ് തന്നെ. സംഭവം പെരുന്നാളിന് ഇവിടെ വേറെയും ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഓലുണ്ടാക്കിയതാണോ നിന്റെ ഒരു ബലമായ സംശയം. ഞാൻ എന്റെ കൈ ഒരു അയ്യപ്പനെ ചെറിയൊരു പൊടിക്കൈ അതിൽ കിട്ടിയില്ല. അത് മാത്രമല്ലാണ്ട് വേറെ ഒന്നും അതിലെ കിട്ടിയില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണത്. ഇപ്പൊ ഉണ്ടാക്കുന്ന ബീഫ് ഉണ്ടാക്കി നോക്കിയാൽ അറിയാതെ തൊള്ളയിലേക്ക് വെക്കാൻ ടേസ്റ്റ് കിട്ടുമോന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ കാരണം പ്രത്യേകിച്ച് നമുക്ക് ഒരു അളവില്ല. ഉപ്പ് എത്ര ഇടണം, ഇഞ്ചി എത്ര ഇടണം, പഞ്ചാര എത്ര ഇടണം, അങ്ങനത്തെ ഒരു അളവൊന്നുമില്ല. അളവൊന്നും എന്നോട് ചോദിക്കരുത്. അളവൊന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല. എന്താ ഒരു സൂന്നുള്ള ഒച്ചേക്കണ ഓഫാക്കി? എന്താ അത് വെള്ളം വെച്ചതായിരുന്നു മോനിക്ക് പാലും വേണ്ടി വെച്ചത്. എന്നപ്പോൾ ഞാനിത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതക്കിയാട്ട് മിക്സിയിലിട്ട് കണ്ടാ വിചാരിക്കും വലിയ ആരോ മെഹന്തി ആർട്ടിസ്റ്റുകൾ ഇട്ടാണ് സംഭവം. സ്റ്റിക്കർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേസ്. എനിക്ക് ഇടാൻ അറിയാത്തതിൻ്റെ പിയാപ്പിള ചെയ്തു തന്ന പണിയാണൊക്കെ. എൻ്റെ പിയാപ്പിള നല്ലോണം എനിക്ക് മൈലാഞ്ചി കട്ട് ചെയ്തു. എന്നോട് ഭയങ്കര സ്നേഹമുള്ള എൻ്റെ പിയാപ്പിളാണ് അല്ലേ. അപ്പോൾ ഇത് ഏകദേശം സ്വന്തം ഇട്ടതാന്ന് പറഞ്ഞൂടാ. ഇല്ല അപ്പോൾ അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുത്തിയാൽ കുട്ടികൾ എണീക്കൂലേ, അതിനെക്കൊണ്ട് ഒച്ചുണ്ടാക്കാണ്ട് ഇങ്ങനെ നല്ല മണമുണ്ട്. മറ്റേ ഇഞ്ചി മുട്ടായില്ലേ, പണ്ടത്തെ 2 റുപ്യൻ്റെ ഇഞ്ചി മുട്ടായി, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരച്ചിക്കണെങ്കിൽ ബീഫ് കാണിച്ചത് അത് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ എന്തൊക്കെ ഇതിലേക്ക് വേണ്ടിയെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഇതിൽ വെള്ളം നോക്ക്, ബീഫിൽ വെള്ളം നോക്ക്. ഇത് എത്ര കഴുകിയാലും ചോര കളർ കുഞ്ഞില്ല. എന്തെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വിമ്മിലൊക്കെ ഇത് ചെറുതാക്കി മുറിച്ചതാട്ടോ. ഒരു മൂർച്ചയില്ലാത്ത കത്തിനെ കൊണ്ട് ഞാൻ മുറിച്ചതാണ്. അത്ര നേരം ചെറുകത്തിനെ കുറ്റം പറഞ്ഞു. 1.5 മണിക്കൂറായി ഞാൻ ഈ ബീഫായിട്ട് കളിക്കുന്നത്, മൂർച്ചയില്ലാത്ത കത്തിയായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് ആദ്യം വേവിച്ചെടുക്കണം. ഈ ബീഫ് വേവിച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അതൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വരട്ടെ. ആദ്യം ഈ ബീഫ് ഇടാനാ ബീഫ് ഇടാനാണ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ബാങ്ക് കൊടുക്കുന്നതിനെ കൊണ്ട് നമ്മൾ നിർത്തി വെച്ചത് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല തവള കരിയുന്ന സൗണ്ട്. തവളൊക്കെ കരിയും. അപ്പോൾ നമ്മൾക്ക് ഇനി ബീഫ് എന്താ പറയുക വേവിക്കാനുള്ള മസാലകൾ പിടി വിടാനയക്കുന്നത് കണ്ടോ. ഒന്നുകൂടി ഞാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എപ്പോഴാണ് ഇതാവാന്നറിയില്ല. അപ്പം നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങനെ ഇന്നതൊന്നുമല്ല, എല്ലാം ഞാൻ ഒപ്പരം ഇടും. ഉപ്പ് കുറച്ചും കൂടി ഇടട്ടെ. ഉപ്പൊക്കെ ഞാൻ അധികം ഒന്നും ആവില്ല.
പിന്നെ കുറച്ച് ഉലുവ കേൾക്കുന്നില്ല. ഉലുവ പൊട്ടിക്കാണ്ടാകുന്ന പൊട്ടിച്ചീലേക്ക് ഇടണം. കുറച്ചും കൂടി ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കുരുമുളക് പൊടി, മെയിൻ വേണ്ട സാധനമാണ് കുരുമുളക് പൊടി. ഇഷ്ടപ്പെട്ട സാധനമാണ് കുരുമുളകിൻ്റെ പൊടി. ഇത് മൊത്തം ഇതിലേക്ക് ഇടണം. ഓക്കെ, മൊത്തം കുറച്ച് ഇത് മതി. പാത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുരുമുളകായി പോയല്ലോ അടിച്ചോന്ന്. ആ സാരമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, അല്ല മല്ലിപ്പൊടി. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല. പാക്കറ്റുകൾ ഇത് ഞാൻ പാത്രത്തിലാക്കിയാക്കി ഞങ്ങൾക്ക് കവറിലാക്കി ഫ്രിഡ്ജിലാക്കില്ല, അപ്പോൾ ഒന്നും ആവില്ല. പിന്നെ മീറ്റ് മസാലപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട്. ഇതൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ടൊരു പിടുത്തുണ്ട്. അതാണ് മോനെ പിടുത്തം. അപ്പോൾ ഈ വെളിച്ചെണ്ണൻ്റെ ഈ സാധനം കൂടെ പൊട്ടിപ്പോയി കാക്കും. ഇതെന്താക്കും, ഇതിൽ ഫിറ്റ് ആക്കാൻ ഒന്നും ഇവിടെ കമ്പനി ഏറ്റെടുക്കൂല. ഞാനൊക്കെ നല്ല സാധനമാണ് കൊണ്ടുവന്നത്. ഓൺലൈനിൽ വാങ്ങിയല്ലേ, നല്ല സാധനം. അത് അവിടെ വെക്ക്. ഈ സാധാരണ പോലെ കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറ്റം പറയാൻ എൻ്റെ പെണ്ണുങ്ങളെ ഒരു സാധനം വാങ്ങാൻ അറിയില്ല, ഒക്കെ പെട്ടെന്ന്. പക്ഷെ ഞാൻ വാങ്ങുന്നില്ല, നല്ല അടിപൊളി സാധനമാണല്ലോ. അപ്പം നമ്മളെ മെയിൻ പഠിച്ചവനെ വിചാരിച്ചിട്ട് നമുക്ക് ബീഫ് ഇടാം കേട്ടോ. അപ്പോൾ ബീഫും കൂടി ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിനി എന്താക്കാം, ഇത് നല്ലോണം തിരുമ്മണം. കൈ കൊണ്ട് തിരുമ്പണം. കുഴക്കാന്ന് പറയടി. കുഴക്കുക, മിക്സ് ചെയ്യാ. അതന്നെ മിക്സ് ചെയ്യാം. ഓക്കെ. അല്ല, ഒരു സാധനം ഇടാൻ പറഞ്ഞായി. അങ്ങനെ പോരട്ടെ. മുളകും പൊടി ഇട്ടില്ല. അതെ, നമുക്കിത് എങ്ങനെയായിട്ട് ഇങ്ങനത്തെ കളർ എന്താ വരുന്നത്? അപ്പൊ മുളക് പൊടി കൂടി ഇടാൻ കിട്ടോ. സോറി. അപ്പൊ നിങ്ങൾക്ക് അറിയാലല്ലേ പർസ് ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നല്ല ഷെഫാണ്. ഇതൊക്കെയാണ് യൂട്യൂബിൽ എടുത്തിട്ട് എന്നിട്ട് ഓരോരുത്തർ ഈറ്റാലൊക്കെ ഉണ്ടാക്കി നോക്കാം. തല്ല എനിക്ക് പാർസൽ വരും. നമുക്ക് മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. കുറച്ച് നല്ല എരിവിലുണ്ടാക്കാം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അല്ലാത്ത ടേസ്റ്റ് കിട്ടണേ ഇഷ്ടം. അതായത് ഏറ്റവും കൂടുതൽ കുരുമുളകായി ചുവന്ന മുളകായി. അപ്പൊ അന്നാളത്തെ ടേസ്റ്റ് കിട്ടണേന്നാ ഞാനും പ്രാർത്ഥിക്കുന്നത്. കിട്ടും. അല്ല, ഒരു സാധനം കൂടി ഇടാൻ മറന്നുപോയി. 2 ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. സോറി കേട്ടോ. അതെവിടെ പോയി? ഷെഫിനൊരു അവാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തരണം. ഇങ്ങനെ എനിക്ക് പറ്റലില്ല കേട്ടോ. പക്ഷെ എനിക്കിത് ഒരു ഇതിനെക്കൊണ്ട് പറ്റിപ്പോയത് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട്. അല്ലെങ്കിൽ അന്നാണ് ഞാൻ അടിപൊളിയായിട്ട് ഇവിടെ കുറേ ആൾക്കാർ വന്നിരുന്നു. കാരണം പെരുന്നാളിന് ഫ്രണ്ട്സും ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഞാനാണ് ഉണ്ടാക്കി കൊടുത്തത്. എന്താണ് നിങ്ങൾക്കൊരു കൊര എന്താന്നറിയില്ല. ചില നഗ്ന സത്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കൊരിച്ച് നിങ്ങൾ അങ്ങനെ ഇപ്പം കൊരയ്ക്കണ്ട. ഇപ്പം നല്ലോണം ഇത് മിക്സ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ. കണ്ടോ, ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും നല്ല മണം വരുന്നുണ്ടോ. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. പക്ഷെ ഞാൻ ഇപ്പം ഇടുന്നില്ല. കറിവേപ്പിൻ്റെ ഇല വേണ്ട കേട്ടോ. പൊക്കട്ടോ. അത് ഫ്രിഡ്ജിൽ എൻ്റെ കൈ ഇങ്ങനെയായിരുന്നു. കുഴപ്പമില്ല. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. വെള്ളം വേണ്ട ഒഴിക്കേണ്ടത്, പക്ഷേങ്കിൽ അടി പിടിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ബീഫിന് കുറേ വെള്ളം ഇറങ്ങി വരാനുണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ നല്ലോണം മിക്സൊക്കെ ചെയ്ത് കുഴച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ ഞാൻ മുറിച്ചത്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇഞ്ചിൻ്റെ സ്മെല്ലെല്ലാം വരുന്നത്. പിന്നെ കുരുമുളകിൻ്റെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ കുറേ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് ഫ്രൈ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കഴിച്ചില്ലേ, ഇതിലേക്കുള്ള കുറച്ച് വെള്ളം മാത്രം ഇട്ടിട്ടുണ്ടോ. അത്ര മതിയോ വെള്ളം? ഇത്ര മതി. ഇതന്നെ ധാരാളം. ഇതിൽ തുറന്നു വയ്ക്കാനറിയാം ഈ ബീഫിൽ നിന്ന് എത്രത്തോളം വെള്ളം വരാം. അത്രക്കത് ധാരാളമാണ് വെള്ളം. അപ്പം ഇങ്ങനെ അടുപ്പിലിടും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞമ്മക്കിത് എന്താ പകലുണ്ടാക്കിയിട്ട്? പകല് ഫുള്ള് ബിസിയാണ്. അതായത് പർസുവിൻ്റെ പേരിപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. പുതിയ പേരൊക്കെ വീണിട്ടുണ്ട്. ഓരോരോ നാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആദ്യം ഫർസുത്താന്ന് വിളിക്കുന്ന താത്താർ ഇപ്പം നെയ്റ്റി താത്താന്നാണ് വിളിക്കുന്നത്. പുതിയ പേര് നൈറ്റി താത്ത. ഞങ്ങൾ മോഡലിംഗ് വീണ്ടും ഇടയ്ക്ക് രണ്ടുകൂടി പ്രശ്നമുണ്ട് കേട്ടോ. ഇതെപ്പോഴാണ് എൻ്റെ കൈമന്ന് വിൽക്കാൻ അറിയില്ല. നമുക്കിനി
ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഈ കൂട്ടിയിട്ട് ഒരു വിസിൽ അടിക്കുന്നത്, ഒരു 5 വിസിലൊക്കെ അടിഞ്ഞാൽ മതിയാവും അല്ലേ. ഓവർ അങ്ങനെ മൂപ്പുള്ള ബീഫല്ല, നല്ല ബീഫാണ്. അപ്പോൾ ഒരു 6 വിസിൽ അടിച്ചോട്ടെ കേട്ടോ. ഏതോ ഒന്ന് ഉറപ്പിക്കുക, 5, 6, 4. ഞാൻ എനിക്ക് ഓരോ ബീഫിനും ഓരോ നല്ല വേവുള്ള ബീഫൊക്കെ ഉണ്ടാവും, അത് പറയാൻ പറ്റില്ല. ഞാൻ ടോട്ടൽ 6 വിസിലാണ് അടിക്കല്. അപ്പോൾ അത് 6 വിസിൽ അടിയട്ടെ. അതിന് മുന്നായിട്ട് എനിക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അതിലേക്കുള്ള ഫ്രൈയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അരിഞ്ഞിടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ എന്താ ഫ്രൈ ആക്കാൻ വേണ്ടി സാധനങ്ങളാണ്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല, ചെറിയുള്ളി ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലുണ്ട്. പിന്നെ തക്കാളി 2 ചെറിയ തക്കാളി അരിഞ്ഞിരിക്കുന്നത്, അതേപോലെ ഇഞ്ചിയും ഉണ്ട് കേട്ടോ. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ ഇത്രയും സാധനം മാത്രം മതി ഫ്രൈ ആവാൻ. അപ്പോൾ ഇത് എത്ര വിസിലായിരിക്കും? 4 വിസിലായിരിക്കും തോന്നും. 2 വിസിലും കൂടി ആയിക്കോട്ടെ. അപ്പോൾ ഈ പാൻ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഒരു പൊടിക്കൈയും കൂടി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഇതാണ് നിങ്ങൾ കാണേണ്ടത്. അതായത് ഒന്നോട് പറയും, എന്ത് സീക്രട്ട് പൊടിക്കൈ, അതങ്ങനെയാണ് പറയുക. ഞാൻ സ്പൂൺ എടുക്കാൻ സീക്രട്ട് ആണ്. ഇതൊരു ഇതിലേക്കിട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് അയ്യപ്പേട്ടൻ പറഞ്ഞതാ, ഷെഫ് അയ്യപ്പേട്ടൻ. 5 സ്റ്റാർ ഹോട്ടലിലത്തെ ഷെഫാണ്. അതെ. അപ്പോൾ ഈ ചട്ടി ചൂടായി കയ്യൊന്നും വെക്കില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ, അതേപോലെ കുറച്ച് ജീരകം, അതിൽ കുറച്ച് കുരുമുളക്. അത്തിക്കാൾ കണ്ടുകൂടാ, അതാണ് കുറച്ച്, അതൊന്നും ഇത് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇത് മിക്സിയിൽ അരിഞ്ഞ് കിട്ടണോ, കുറച്ചെടുത്തിട്ട് കാര്യമില്ല. ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് മിക്സിയിൽ അരിച്ചിട്ട് ഈ ഫ്രൈയിലാക്കുമല്ലോ, അപ്പോൾ അതിലേക്ക് ഈ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെക്കുറിച്ച് പിന്നെ എനിക്ക് വലിയ തലയില്ലാത്തത് കൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. കുറച്ച് പറയും, ഞാൻ കേൾക്കും. കൊത്തമല്ലി ഒന്നും ആട്ടിക്കാട്ട് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നില്ല, ജീരകത്തിൻ്റെ ഒക്കെ വരുന്നില്ല. എനിക്ക് ജലദോഷം ഉണ്ട് ഓൾറെഡി, അതുകൊണ്ടായിരിക്കും. എന്നിട്ട് അതെന്താക്കുക, അടുത്ത പരിപാടി എന്താ, മിക്സിയിലിട്ട് അരിച്ച് പൊടിയാക്കണം. ഇത് കുറച്ചെടുത്താൽ പൊടിയോ എന്നാണ് ഇപ്പം എൻ്റെ പേര്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയത് നമുക്ക് മിക്സിയിലിട്ട് കിറിന് ചെല്ലിച്ച് പൊടിയാക്കിയിട്ട് വരട്ടോ. മിക്സി നമ്മൾ അപ്പുറത്തെ പറമ്പിലായത് കൊണ്ട് നമ്മളത് വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ വേറെ ഒരു ചട്ടി വെച്ച് ഈ ചട്ടിയും ചാട്ടം, പക്ഷെ നല്ല നല്ല കട്ടിയുള്ള വലിയ പരന്ന ചീൻചട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉള്ളതിനെ കൊണ്ട് ഓണം പോലെ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അന്നപ്പോൾ ഇപ്പോൾ ഒരു 5-ാമത്തെ വിസിലാട്ടോ അടിയുന്നത്. അങ്ങനെ അടിയുള്ളൊരു ആഫിയത്തില്ലാത്ത അടി. നേരത്തൊക്കെ നല്ലോണം നിർത്ത് സ്റ്റോപ്പാക്കേ. അതൊരു 8 വിസിലും കൂടി അരിഞ്ഞോട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇനി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ചൊക്കെ ഫ്രൈ ആക്കി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതായത് ഉള്ളിയും തക്കാളിയും ഒക്കെ വാടാനുള്ള എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ സാധനം മിക്സിയിലൊക്കെ ഇട്ട് അരിച്ചു കൊണ്ടുവന്നു. അതെവിടെ? അതവിടെ ഉണ്ട്. അത് കുറച്ച് അതിനെ കൊണ്ട് നല്ലോണം അരിഞ്ഞില്ല. അത് മറ്റേതിൽ ഞാൻ മോളെ ഫുഡൊക്കെ അരിക്കുന്നതിനെ കൊണ്ട് അതിൽ ഞാൻ എരിവുള്ളതൊന്നും ആക്കില്ല അതിനെ കൊണ്ട്. അപ്പോൾ നമ്മളിനി ചെത്തി ചൂടാക്കിയത്. അപ്പോൾ കുറച്ച് ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി ഇട്ട് പിന്നെ അടുത്ത് തക്കാളി ഇട്ടു. അല്ല, അടുത്ത ഉള്ളി നല്ല കുറച്ച് വാടിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ശരി സാർ കഴിഞ്ഞ് പരിപാടി വരട്ടെന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല കുറച്ച് വാടിപ്പോയല്ലേ. പിന്നെ സ്പൂൺ എടുക്കാൻ മതി. ഒരു പിടുത്തം കിട്ടും ഇതിനെക്കൊണ്ട് കാണിച്ചാൽ. ഒരു കൈകൊണ്ട് ഈ ചട്ടീൻ്റെ ഈ സാധനം പിടിച്ചോ. ചൂടാവാനല്ലേ അത് പിടിക്കാൻ പോകും. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടാൽ ഉള്ളി ഭയം മാറി കിട്ടും. ഉള്ളിട്ട്
ഇതൊക്കെ ആര് പറഞ്ഞെന്നാ? അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഉള്ളി വാടാൻ കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്നിട്ടൊക്കെ ചോറ് വെച്ചാൽ ഊറ്റാൻ അറിയൂലല്ലോ. ഞാനല്ല പൂച്ചെടികൾ വന്ന് ഊറ്റി തരുത്തുണ്ട്. ആദ്യം നിങ്ങൾ ഊറ്റി തരുത്തുണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പൊ ഞാൻ തന്നെയാണ് ഊറ്റലും കാര്യങ്ങളും. ഇതിലിവിടെ ചോറ് വെക്കലില്ല. ഇല്ല, അപ്പുറത്തെ പറമ്പ് ഇങ്ങോട്ട് വാങ്ങല. ഫുള്ള് ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടൽ ഇവിടെ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോകും. ഉള്ളി ഒന്ന് നല്ലോണം വാരി വെക്കാം. നമ്മൾ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈ ആവേറ്റ് പഠിച്ചവരറിയാം. പിന്നെ പാത്രങ്ങളൊക്കെ വേണ്ടി ഇട്ടാണ്ട് അടിയെ പിടിക്കുന്നേ. അടി പിടിക്കൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടിയിരിക്കുന്നു കേട്ടോ. അതാ നമ്മളെ ബീഫ് ഇതാ നല്ല സ്മെല്ലൊക്കെ അടിക്കും. കണ്ടോ ഇതിൽ വെള്ളം കണ്ടോ? ഇനിയും വെള്ളം കണ്ടോ? അത്ര വെള്ളം വേണ്ടില്ലേ? വെള്ളം ഞാൻ അപ്പോഴേ പറഞ്ഞിരിക്കുന്നു വെള്ളം ഒഴിക്കണ്ടേ. ഇത് പിടിക്കാൻ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഇവിടെയും കൂട്ടി പിടിക്കണമായിരിക്കും നന്നാവുക. അപ്പം നമുക്ക് നമ്മൾ ബീഫ് വലിയ തീയിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ നല്ലോണം വെന്തുണ്ട്. മസാല ഇതാക്കും. അങ്ങനെ തന്നെ വെള്ളം ഒഴിവാക്കാണ്ടല്ലോ ഇരിക്കുന്നുണ്ട്. അല്ല, ഇതിൽ കിടന്നിട്ട് അത് വെന്തോളൂ നല്ലോണം. വെള്ളം വച്ച് അതിന് നല്ലോണം നമ്മൾ ആവി കയറുന്നു. മസാലക്ക് നല്ലോണം വച്ചിടാം. ഒന്നും കേൾക്കുന്നില്ല. മസാല ഇതിലേക്ക് നല്ലോണം വച്ചിടണം. ഇതിൽ കിടന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുക. ഇത് നല്ലോണം വറ്റുന്നത് വരെ, ഫ്രൈ ആവുന്നത് വരെ ഇത് നല്ലോണം ഇളക്കി കൊണ്ടേ നിൽക്കണം. എന്നിട്ട് ഇതിൽ വറവിടുക. ലാസ്റ്റ് ഫ്രൈ കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണയിൽ ഉള്ളി വറവിടുക. ചെറിയ ഉള്ളി വറവിടുക. ഓക്കെ, വേഗം ഇളക്കിക്കും. ഇളക്കൽ ഓക്കെ. ഈ ഇളക്കുന്ന തന്നെ ഒരു 10-15 മിനിറ്റ് പരിപാടി ഉണ്ടാവും. അതുകൊണ്ട് ഫുള്ള് ഇളക്കി കഴിഞ്ഞിട്ട് വരാം അല്ലേ? അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളെ പൊടിയും കൂടി ഇതിലേക്കിടാണ്. സീക്രട്ട് ഏജന്റ് അല്ല, പൊടി. നേരത്തെ പൊടിച്ച് വെച്ച്, അതായത് ജീരകം, കുരുമുളക്, പിന്നെന്തേനും മറ്റേ ഉലുവ. ഓക്കെ, എന്നാ ഇളക്കിക്കോ. ഒരു മണമൊക്കെ അടിയൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട്. പിന്നെ നാക്കിന്ന് ഇച്ചിരി വെള്ളം വരുന്നുണ്ട്. നോണ വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പോക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പോൾ പാത്രത്തിലുള്ള അളവൊക്കെ നോക്കിയാൽ ഇതിങ്ങനെ വീഴുന്നതിൻ്റെ അടുക്ക് എണ്ണം കുറയാനൊക്കെ വല്ലാണ്ട് ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ല. അപ്പം ഗായ്സ്, നമ്മളതാ ബീഫ് വരട്ടിയത് ഇത്ര ഇങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ ഇനിയും കൂടി കുറച്ചും കൂടി ഡ്രൈ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. പാശിക്ക പറഞ്ഞു വേണമെങ്കിൽ ഇത്ര മതി, ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അന്നാളും ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി ഡ്രൈ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. പാശിക്ക ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പാശിക്കാക്കയോടെ ചോദിച്ചൊക്കെ ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഫ്രൈയും കാര്യങ്ങളൊക്കെ റെഡിയായി. പാശിക ടേസ്റ്റൊക്കെ ചെയ്ത്. പക്ഷെ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എസ്ലി അപ്പോൾ എണീറ്റിൻ്റെ കൈമലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഓക്കെ, ബൈ ബൈ.